ഏത് കൊച്ചു കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് ഗ്രാഫ്റ്റിംഗ് പഠിപ്പിക്കാൻ പോവുകയാണ്. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട കുറച്ച് സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റേണ്ട ഗ്രാഫ്റ്റിംഗ് ടേപ്പ്. ഈ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് നമുക്ക് ഓൺലൈൻ മാർക്കറ്റിലെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇതുപോലെ ഒരു തെർമോക്കോൾ കട്ടർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇത് നമുക്ക് ഒരു 20 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊരെണ്ണം മേടിക്കുക. അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഭാഗം നമ്മൾ കവർ ചെയ്യുന്നതിനുള്ള സിപ്പപ്പ് കവർ. നമുക്ക് സയോൺ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ സയോൺ എടുക്കുമ്പോൾ മാക്സിമം രാവിലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഊർജ്ജമുള്ള സയോണുകൾ കിട്ടും. രണ്ടാമത്തെ കാര്യം, നമ്മൾ കായ്ച്ച മാവുകളിൽ നിന്ന് സയോൺ എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. വീണ്ടും കായ്ബലം ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് കായ്ച്ച മാവുകളിൽ നിന്നാണ് നമ്മൾ കൂടുതലും സെലക്ട് ചെയ്യുന്നത്. ഇലകൾ ഇതുപോലെ ഇങ്ങനെ കവറായി നിൽക്കുകയും ഇതുപോലെ ഇങ്ങനെ നിൽക്കുകയും മുളച്ച് വരാനുള്ള, അതായത് ഈ ഭാഗം കണ്ടോ, ഇവിടെ മുളച്ച് വരാൻ സാധ്യത കാണുന്ന രീതിയിലുള്ള മുളകളുള്ള സയോൺ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വീണ്ടും മുളച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് ഇതിനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പാകത്തിന് ഒന്ന് ആക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഈ സൈഡിലുള്ള ഇലകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഫ്രീ ആയിട്ടുള്ളൊരു കമ്പ് കിട്ടും. ഇതാണ് നമ്മുടെ സയോൺ നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കണക്കിനുള്ള ലെവലിൽ നമ്മൾ സയോൺ മുറിക്കുക. ഓക്കെ, നമ്മൾ ഇവിടെ വെച്ചങ്ങ് മുറിക്കുക. ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട മറ്റൊരു സംഗതിയാണ് ഇതുപോലെയുള്ളൊരു മാവിൻ്റെ തൈ. ഇത് നമുക്ക് വീട്ടിൽ നമ്മൾ കഴിച്ചിട്ട് വേസ്റ്റായിട്ട് കളയുന്ന മാങ്ങാണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലുള്ള മാവിൻ്റെ മാങ്ങാണ്ടിയോ എടുത്ത് ഇതുപോലുള്ള കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു മാവിൻ്റെ തൈ നമുക്ക് റെഡിയായി കിട്ടുന്നതാണ്. ശരിയായ ഭാഗം ഒരുവിധം നമുക്ക് ഗ്രാഫ്റ്റ് പിടിച്ച് കിട്ടുമെന്നുള്ള ഭാഗം വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. നമ്മൾ ആ ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്യണം. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് മാറ്റി നമുക്ക് എടുത്തതിന് ശേഷം ഈ സയോണിനെ 2 സൈഡും ഒന്ന് വി ഷേപ്പിലൊന്ന് നമുക്ക് മുറിച്ചു കൊടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗത്തിൻ്റെ നടുവേ നമുക്കൊരു പിളർപ്പുണ്ടാക്കുക. ഏകദേശം ഒരു 1.5 ഇഞ്ചെങ്കിലും താഴെ വരുന്ന രീതിയിൽ നമ്മളൊരു പിളർപ്പുണ്ടാക്കുന്നു. ഭാഗത്തേക്ക് നമ്മുടെ ഈ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഇത് നമ്മൾ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ചുറ്റി കൊടുക്കാം. വൃത്തിയായിട്ട് ചുറ്റി കൊടുക്കുക. വെള്ളമൊന്നുള്ളിൽ കിടക്കാത്ത രീതിയിൽ നീറ്റായിട്ട് ചുറ്റുക. ഇങ്ങനെ കെട്ടിയെടുക്കുക. ഒരു പ്രാവശ്യം കൂടെ ചുറ്റുക. ചുറ്റി നമ്മൾ കെട്ടി നിർത്തുക. ഇങ്ങനെ കെട്ടി നിർത്തുക. ബാക്കി വരുന്ന ഈ ഭാഗം നമുക്ക് ഇങ്ങനെ അങ്ങ് അഴിച്ച് കളയാവുന്നതാണ്.